ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ സാറ് ഞങ്ങൾക്ക് ദി ആറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ എടുത്തു. അത് സാറ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? എല്ലാവർക്കും വായിച്ചു തന്നായിരുന്നോ? യെസ്. എല്ലാവർക്കും ഈ ചാപ്റ്റർ വായിക്കാൻ അറിയോ? ഉറപ്പാണോ? ഓക്കെ. അപ്പൊ മിസ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്, മിസ് ആദ്യം ഈ ചാപ്റ്റർ ഒന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് വായിക്കും. മിസ് ഒന്ന് ആദ്യം വായിക്കും, എന്നിട്ട് മിസ് പറയുന്നവര് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മിസ് പറയുന്നവര് വായിക്കണം. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും വായിക്കാൻ സംശയമുള്ളവര് ശ്രദ്ധിച്ചു കേൾക്കുക. Okay, chapter 1, the attic, reading junction. Let us read how Afzal and his friends play on a rainy day. ഒരു മഴയുള്ള ദിവസം അഫ്സലും അവന്റെ ഫ്രണ്ട്സും കൂടെ എങ്ങനെയാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റോറിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ. Rain, rain, rain. How it rained. The great drops ran down the glass in streams. Mohan, Afzal and little Nuri watched it for a long time. ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ കുത്തി കുത്തി വീണോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരതൊരു ഗ്ലാസ് ഇട്ട ഡോറിലൂടെ കാണുവാണ്. ആരൊക്കെയാണ് കാണുന്നത്? മോഹൻ, അഫ്സൽ ആൻഡ് ലിറ്റിൽ നൂറി, അവരുടെ ഫ്രണ്ട് നൂറി. ഇവര് മൂന്നുപേരും, മോഹനും അഫ്സലും നൂറിയും കൂടെയാണ് ഇത് കാണുന്നത്. മഴ തുടങ്ങിയിട്ട് കുറേ നേരമായി. Oh dear, they said at last. Do you think it will ever stop raining? We want to go out and play. അപ്പൊ അവര് അവിടെ ഇരുന്നിട്ട് പറയാണ്, ഇത് എപ്പോഴെങ്കിലും, നമ്മൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ടല്ലേ വലിയ മഴയൊക്കെ വരുമ്പോ, ഇത് എപ്പോഴെങ്കിലും നിൽക്കുവോ? ഇതൊന്ന് നിന്നിട്ട് വേണം ഇവർക്ക് എന്ത് ചെയ്യാൻ? പുറത്തിറങ്ങി കളിക്കാനായിട്ട്. കേട്ടോ? പുറത്തിറങ്ങി കളിക്കാനായിട്ട്. മോഹൻ ഹാഡ് ആൻ ഐഡിയ. ആ സമയത്ത് മോഹന് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു. എന്താ അവൻ പറഞ്ഞേ? Why don't we go up to attic and play? He asked. നമുക്ക് എന്തുകൊണ്ട് മുകൾ ഭാഗം അല്ലെ, തട്ടിൻ മുകളല്ലേ ആറ്റിക്, ആറ്റിക്കിൽ പോയി എന്ത് ചെയ്യത്തില്ല? ആറ്റിക്കിൽ പോയി കളിക്കത്തില്ലേ? അവൻ ചോദിച്ചു. The other two thought it was a wonderful plan. മറ്റവർ രണ്ടുപേരും എന്ത് പറഞ്ഞു? അവർ രണ്ടുപേരും എന്താ വിചാരിച്ചത്? ഇതൊരു വണ്ടർഫുൾ പ്ലാൻ ആണ്. മിസ് വായിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി മിസ് വായിക്കുന്ന ലൈൻസിൽ ടച്ച് ചെയ്ത് പോകുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് മാത്രം മിസ്സിനെ ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി. ഓക്കെ. Of the three friends went running up the wooden stairs with their noisy feet. എന്നിട്ട് അവര് മൂന്നുപേരും എന്ത് ചെയ്തു? അവര് മൂന്നുപേരും വേഗം, എപ്പോഴും എല്ലാ വീടും ഞാൻ തട്ടിൻ മുകളിൽ ഇങ്ങനെ മരത്തിന്റെ സ്റ്റെപ്പ് ആയിരിക്കും കയറി പോകാൻ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റെപ്പ് ആയിരിക്കുള്ളൂ. അപ്പോ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ചവിട്ടി ഒരു ഓടി തട്ടിൻ മുകളിലേക്ക് അല്ലെങ്കിൽ ആറ്റിക്കിലേക്ക് അവര് കയറാൻ പോയി. ഈ സ്റ്റെപ്പിൽ ചവിട്ടുമ്പോ എന്താ പ്രത്യേകത? അതിന് ഭയങ്കര നോയ്സ് ആണല്ലേ, ഇടിച്ചു പൊളിച്ച് വീഴുന്ന പോലത്തെ ടിക് 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോയ്സ് ആയിരിക്കും. അപ്പൊ ഇവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഓടിച്ചാടി അവർ കയറിപ്പോയി. They found 3 old brooms and began to play soldier. Mohan first, then Nuri with Afzal last of all. അവരവിടെ മോളിൽ ചെന്നപ്പോ 3 ബ്രൂംസ്, പഴയ ചൂലുകൾ അവർ കണ്ടു. അവരെന്ത് ചെയ്തു? അവരതെടുത്തിട്ട് വേഗം ഒരു സോൾജിയേഴ്സ് ആണ്, ഒരു പട്ടാളക്കാരാണെന്ന് പറഞ്ഞിട്ട് അവര് ഗെയിം കളിക്കാൻ തുടങ്ങി. ആദ്യം മോഹൻ, അത് കഴിഞ്ഞ് നൂറി ആൻഡ് ആഫ്റ്റർ ദാറ്റ് അഫ്സൽ. അവരിങ്ങനെ മൂന്നുപേരും എന്ത് ചെയ്യാണ്? സോൾജിയർ ആന്ന് പറഞ്ഞിട്ട് ആ ചൂലെടുത്ത് വെച്ചിട്ട് പട്ടാളക്കാരുടെ ഗെയിം കളിക്കാൻ തുടങ്ങി. The attic wasn't large, but children made space to play. ആറ്റിക് വളരെ ചെറിയൊരു സ്ഥലമായിരുന്നു, വലിയ സ്ഥലമൊന്നും ഇല്ലായിരുന്നു, അതൊരു ചെറിയ ഏരിയ ആയിരുന്നു. പക്ഷെ ഇവർ അവിടെ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. While they were playing, Afzal's mother was baking her special cookies for them downstairs. അവരവിടെ കളിക്കുന്ന സമയത്ത് അഫ്സലിന്റെ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? താഴെ, അതായത് ലിവിംഗ് റൂമിന്റെ അവിടെ അല്ലെങ്കിൽ കിച്ചണില് ഇവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കുക്കീസ്, ബിസ്ക്കറ്റ് പോലെയുള്ള സംഭവം ഉണ്ടാക്കുമായിരുന്നു. Her secret was that she dipped the dough in sugar syrup to sweeten it. അവൾ ഉണ്ടാക്കുന്ന ആ സ്വീറ്റ് കുക്കിയുടെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? അത് അവർ കുറെ നേരം ഷുഗർ സിറപ്പില് ആ ഡൗ കുക്കീസ് ഉണ്ടാക്കുന്ന മാവ് എന്ത് ചെയ്യും? മുക്കി വെക്കുമായിരുന്നു. അപ്പോ അത് ഭയങ്കര മധുരമുള്ളതായിട്ട് തോന്നിക്കും. She could hear them as they marched along. അവർക്ക് താഴെ നിന്നിട്ട് ആ സൗണ്ടുകൾ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവര് മാർച്ച് ചെയ്യുമായിരുന്നു, മാർച്ച് ഫാസ്റ്റ് നടത്തൂലേ, ഒരേ ലൈനിൽ ഇങ്ങനെ മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോകും, അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെയായിരുന്നു ഇവര് സോൾജിയേഴ്സ് ആയിട്ട് കളിച്ചോണ്ടിരുന്നത്. മക്കൾ കണ്ടിട്ടില്ലേ ആ ഗെയിം?
എന്ന്. അതേപോലെ ഇവര് ചെയ്യുമായിരുന്നു. She could even hear Afzal's command. അവിടെ നിന്നിട്ട് അവൾക്ക് അഫ്സലിന്റെ കമാൻഡ് പോലും കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു അറ്റത്ത് എത്തിക്കഴിയുമ്പോഴേക്കും എന്ത് പറയും? About turn. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ സെന്റൻസ്? നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡൊക്കെ നടത്തുമ്പോ about turn എന്ന് പറയും. അപ്പോ നമ്മൾ അവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്തവര് തിരിച്ചു തിരിയും, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഇവിടെ ചെല്ലുമ്പോ വീണ്ടും എന്ത് പറയും? About turn എന്ന് പറയും. അപ്പോ തിരിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങനെയാണ് കമാൻഡ് കൊടുക്കുക എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു എന്നുള്ള കമാൻഡ് കൊടുക്കുന്നു. She could even hear Afzal's command every time they reached one end of the room. ഒരു റൂമിന്റെ ഒരറ്റത്ത് എത്തുമ്പോൾ about turn പറയും, തിരിച്ചവർ നടന്ന് അപ്പുറത്തേക്ക് പോകും, അപ്പുറത്തെ അറ്റത്ത് പറയുമ്പോൾ എന്ത് പറയും? വീണ്ടും about turn പറയും. അപ്പൊ അവര് തിരിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെ അവർ അഫ്സൽ കമാൻഡ് കൊടുക്കുന്നതിന്റെ സൗണ്ട് പോലും അമ്മയ്ക്ക് താഴെ നിന്ന് കേൾക്കായിരുന്നു. By and by they were tired of playing soldier. ഇത് ഇങ്ങനെ കളിച്ച് അവർ ഭയങ്കര ടയേർഡായി. They pulled down some old dresses and hats that were hanging on a peg, put them on and acted like grown ups. എന്നിട്ട് അവരെന്താ ചെയ്തേ? അവിടെ കുറെ പഴയ ഡ്രസ്സുകളും തൊപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അവരതൊക്കെ എടുത്തിട്ടിട്ട് വലിയതായിരുന്നു. അവര് വലിയവരുടെ പോലെ acted like grown ups, ഒരു മുതിർന്നവരെ പോലെ അവര് കളിക്കാൻ തുടങ്ങി. Then out of an old box they dragged a scrapbook full of pictures and sat down to look them over. അത് കഴിഞ്ഞപ്പോ അവിടെ ഒരു പഴയ പെട്ടി ഉണ്ടായിരുന്നു, പഴയ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന പെട്ടി. അവരെന്ത് ചെയ്തു? അവരത് വലിച്ച് അതിനകത്ത് ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടായിരുന്നു. ആ സ്ക്രാപ്പ് ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് മൂന്നുപേരും കൂടി താഴെ ഇരുന്ന് ആ പിക്ചേഴ്സ് ഒക്കെ നോക്കാൻ തുടങ്ങി. നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ കളിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ബുക്കൊക്കെ നമ്മൾ എടുത്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത്, ചിലപ്പോൾ അമ്മമാരുടെ സാരി ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛന്മാരുടെയോ ഷർട്ടോ, അതൊക്കെ എടുത്തിട്ടിട്ട് നമ്മളും അവരെ പോലെ വലിയവരായി എന്നൊക്കെ കളിക്കാറുണ്ട് ഇല്ലേ? നിങ്ങളൊന്നും അങ്ങനെ കളിക്കാറില്ലേ? നിങ്ങളെപ്പോഴും മൊബൈലില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അങ്ങനെയൊക്കെ മാത്രമേ കളിക്കുള്ളൂ? ആണോ? മിസ്സൊക്കെ കുറെ കളിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെ അടിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇൻ ദ മീൻ ടൈം ലാറ്റ അറൈവ്ഡ്. കുറച്ച് ആ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ലാറ്റ വന്നു. ഇൻ ദ മീൻ ടൈം ലാറ്റ അറൈവ്ഡ്. ലാറ്റ വാസ് അഫ്സൽസ് ഫ്രണ്ട്. ലാറ്റ ആരായിരുന്നു? അഫ്സലിന്റെ കൂട്ടുകാരി. ലാറ്റ വാസ് അഫ്സൽസ് ഫ്രണ്ട്. She was wrapped in a yellow raincoat and was wearing matching galoshes. അവള് ഒരു യെല്ലോ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് മാച്ച് ചെയ്യുന്ന ഗലോഷസ് ധരിച്ചിരുന്നു. ഗലോഷസ് എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ഷൂസ് മോസ്റ്റ്ലി വോൺ ഓവർ യൂഷ്വൽ ഷൂസ്. അതായത് വാട്ടർ പ്രൂഫ്, നനഞ്ഞാലും ഒന്നും പറ്റാത്ത ടൈപ്പ്, അല്ലെങ്കിൽ നനവകത്തേക്ക് വരാത്ത കൂട്ട് ഷൂസ്. നമ്മൾ റെയിൻകോട്ട് ഇടുന്ന പോലത്തെ എഫക്ട് കിട്ടുന്ന ഒരു ഷൂസ് ആണ് അത്. റെയിൻകോട്ട് ഇടുന്നതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ടാണ് ഇവര് ആറ്റിക്കിൽ കളിക്കാൻ പോയത്. അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ട് വരുന്നത്, ലാറ്റ. She had brought a basket with two of her extremely lovable kittens in it. അവള് ഒരു ബാസ്കറ്റും കൊണ്ടാണ് വന്നത്. അതിനകത്ത് ആരുണ്ടായിരുന്നു? അവള് വളരെയധികം സ്നേഹിക്കുന്ന അവളുടെ രണ്ട് പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. Afzal and his friends are in the attic, said Afzal's mother. അവളെ കണ്ടപ്പോ അഫ്സലിന്റെ അമ്മ എന്ത് പറഞ്ഞു? അഫ്സലും ഫ്രണ്ട്സും എവിടെയുണ്ട്? അവര് ആറ്റിക്കിലുണ്ട് എന്ന് പറഞ്ഞു. So Lata ran up to find them. Lata എന്താ ചെയ്തു? അങ്ങോട്ട് ഓടി, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. She did find them, but what do you think they were up to? All of them were fast asleep. അവള് അവരെ പോയി കണ്ടുപിടിച്ചു, പക്ഷെ എന്തായിരുന്നു? അവർ ടയേർഡ് ആയതുകൊണ്ട് അവരവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയായിരുന്നു. മനസ്സിലായോ? വായിച്ചോ മിസ്സിന്റെ ഒപ്പം? ക്ലിയർ ആയോ മക്കൾക്ക്? യെസ്. ഇനിയിപ്പോ മിസ് പറയുന്നവര് വായിക്കാൻ തുടങ്ങണം. വീണ്ടും നമ്മൾ തുടങ്ങുവാണ്. റീഡിംഗ് ജംഗ്ഷൻ ഫസ്റ്റ് പേജ് എടുക്കുക. മിസ് പറയുന്നവര് വായിക്കണം. അദ്വൈത് പി കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യും മോനെ. യെസ്, വായിച്ചോളൂ. Rain, how it rained, the great drop rained, the window glass in Kerem, Mohan, Afzal, and little മോനെ ശ്രദ്ധിക്കുക, ഗ്ലാസ് ഇൻ സ്ട്രീംസ്. ഒരാളെ കൊണ്ട് മിസ് വായിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും അത് വായിക്കുക, കൂട്ടത്തിൽ വായിക്കുക കേട്ടോ. മിസ്സിന് ഓരോരുത്തരെ കൊണ്ട്
Okay, continue ചെയ്തോളൂ മോനെ. മോഹൻ. When the Mohan, Afzal and little Nosil Noori, little Noori. Noori watched it for a long time. Oh dear, they said at At last. last, do you think it will ever stop raining? And We to want. go We want to go out. and play. Yes, okay, good. കുറച്ചുകൂടി ഞങ്ങൾ വീട്ടിലിരുന്ന് ഒന്നുകൂടി വായിക്കാൻ പഠിക്കട്ടെ. എന്തായാലും മോൻ വായിക്കുന്നുണ്ട്, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ അൽഫിയ ടി എ കണ്ടിന്യൂ ചെയ്യൂ. അൽഫിയ ടി എ. Rain, rain, rain. How it rain? അൽഫിയ അദ്വൈത് വായിച്ചു നിർത്തിയ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂ ചെയ്യൂ. നെക്സ്റ്റ് പേജില് മോഹൻ ഹാഡ് ആൻ ഐഡിയ മുതൽ വായിക്കൂ. Mohan had an idea. Why don't we go up to the attic and play? He asked the other two throughout. It was a wonderful plan of the three and raining. അൽഫിയ ഒന്ന് ശ്രദ്ധിക്കാം. Why don't we go up to the attic and play? He asked. അവൻ അത് ചോദിച്ചു. അപ്പൊ അവിടെ വെച്ച് ആ സെന്റൻസ് കഴിഞ്ഞു. എന്നിട്ട് ഒന്ന് നിർത്തിയിട്ട് വേണം ബാക്കി വായിക്കാൻ. ദി അതർ മുതൽ ഒന്ന് വായിച്ചേ. ദി അതർ. Two other thought it was a wonderful plan of the three friends went raining up the wooden with their nosy feet. They found three old brooms and began to play soldier. Mohan first, then Noori with Afzal last of all. The attic wasn't very large, but the children made safe to play. Okay, thank you. Next one, Nimra Fatima. Nimra Fatima, ബാക്കി വായിക്കൂ മോനെ. Next paragraph വായിക്കൂ. While they were playing, Afzal's mother was baking her special cookies for them. She called her them as they were along. For them downstairs. Okay, continue ചെയ്യാം. She called Evan had Afzal's comment about them. ഒരു മിനിറ്റ് മോനെ ഇവിടെ Every time നിമ്ര സെക്കൻഡ് സെന്റൻസ് മുതൽ വായിക്കൂ. Her secret was second sentence. Secret. her Secret. Secret was. Her secret was that she dipped the dough in sugar syrup to sweeten it. Okay, നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ദേവദർശൻ വായിച്ച മോനെ ആ പാരഗ്രാഫ് വായിച്ച്. While they were playing മുതൽ വായിച്ച്. Her secret was that she dipped her secret was Ah. what she dipped the
got in sugar syrup to sweeten it. She could hear them as they marched along. She could even hear herself command about her. Every time they reached one end of the room. Okay. Why? Okay, thank you. Next one. Nivedya. Next paragraph വായിച്ച മോനെ. By and by മുതലോ. By and by they were tired of playing soldier. They down some old dresses and hats that were hanging off a peg, but them on the act like the on up, then out of an old bar. Grown-ups acted like grown-ups. Grown-ups that then out of an old box they dragged a Scrapbook. scrap full of picture and sat down to look them over. Okay. Next one. Raisa PP. Raisa PP. Okay. In some meantime, Leda arrived. Leda was Uncle's friend. He was wrapped in a yellow raincoat and was wearing matching galoshes. She has brought a basket with two of her extremely lovable kittens in it. Afsal and Thank you. Next one, Naushia PS. Naushia PS. Naushia. Line വായിച്ച മോനെ. Afsal. Afsal and his friend are in the attic. Said Afsal's mother. Yes. So Leda Ran up to find them. She finds them. But what do not What do you think was to them Okay. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. മിസ് ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. ഇനിയും നിങ്ങൾക്ക് 3ാം ക്ലാസ്സിലായെങ്കിലും മക്കൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. ഇത് 5 തവണ ഈ സ്റ്റോറി വായിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിയേ. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് വർക്ക് തന്നിരുന്നു 5 തവണ ഇത് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. എത്ര പേര് വായിച്ചു 5 തവണ ഇത്? പക്ഷേ മിസ് പറയുന്ന ഒന്നുകൂടി കേൾക്കുക. കഴിഞ്ഞ തവണ നിങ്ങൾ 5 തവണ വായിച്ചു. ഓൾമോസ്റ്റ് എല്ലാവരും വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയായിട്ട് നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിന് മുമ്പ് 2 തവണ കൂടി ഇത് വായിക്കണം. കേൾക്കുന്നുണ്ടോ? 2 തവണ കൂടി ഈ സ്റ്റോറി വായിക്കണം. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം.
പേജ് നമ്പർ 4 ഇതില് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എഴുതാൻ പറ്റുന്നവർ എഴുതുക, അല്ലാത്തവർക്ക് ഇന്ന് വൈകുന്നേരം മിസ് ഇതിന്റെ ആൻസേഴ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇംഗ്ലീഷ് നോട്ട്ബുക്കിലേക്ക് ഇതെടുത്ത് എഴുതണം. കേൾക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് നോട്ട്ബുക്കിലേക്ക് ഇതെടുത്ത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് us find the answers from the story. നമ്മളോട് fill in the blanks ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. The children did not go out to play because എന്തുകൊണ്ടായിരുന്നു കുട്ടികൾ പുറത്ത് കളിക്കാൻ പോവാതിരുന്നേ? അമീറ, ഫർഹ, എന്തുകൊണ്ടായിരുന്നു? Because it was raining. അവിടെ മഴയായിരുന്നു. Because it was raining. Okay, next question. The first game they decided to play was, അവർ ആദ്യം കളിക്കാൻ തീരുമാനിച്ച ഗെയിം ഏതായിരുന്നു മുഹമ്മദ് ഫർഹാൻ? First game they decided to play was, മുഹമ്മദ് ഫർഹാൻ, സോൾജിയർ ആണോ നവനീത്? സോൾജിയർ ആയിരുന്നു അവർ ആദ്യം കളിക്കാൻ തീരുമാനിച്ച ഗെയിം. ഗെയിം ആയിരുന്നു സോൾജിയർ. അവര് കളിക്കാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while they were playing, അഫ്സൽസ് മദർ was, അഫ്സലിന്റെ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? അൻഹ. while they were playing, അഫ്സൽസ് മദർ was baking cookies. Yes, very good. Was baking cookies. Okay, 9 Muhammad, Leda was wearing, Leda was wearing, Leda എന്ത് ഡ്രസ് ആയിരുന്നു ഇട്ടിരുന്നത്? Leda was wearing എന്തായിരുന്നു? റെയിൻകോട്ടും വേറെ റെയിൻകോട്ട് ആൻഡ് റിദ മറിയാം ബാക്കി പറഞ്ഞ മോനെ. റെയിൻകോട്ട് 9 പറഞ്ഞു. റിദ ബാക്കി പറയൂ. Matching galoshes. Yes, raincoat and matching galoshes. Galoshes എന്താണെന്ന് വെച്ച് പറഞ്ഞു? കാലിലിടുന്ന ഒരു ഷൂ ആണെന്നൊക്കെ പറഞ്ഞു. When Leda went to the attic, she saw, അവിടെ എന്താ കണ്ടേ? അവൾ ആറ്റിക്കിൽ ചെന്നപ്പോ അഹമ്മദ് ഫൈസ് പറഞ്ഞ മോനെ. അവൾ ആറ്റിക്കിൽ ചെന്നപ്പോൾ എന്താ അവിടെ കണ്ടേ? She saw Afzal, Mahan, Nuri was asleep. Yes, അവര് സ്ലീപ്പ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ അപ്പോ ഇതായിരുന്നു നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ് വായിക്കാം. ലെറ്റ് us read between the lines. നമ്മളോട് സ്റ്റോറിയിൽ നിന്ന് ആൻസേഴ്സ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. How do you think the children used the broom were while playing soldier? അവരെങ്ങനെയാണ് ഒരു ചൂലിനെ സോൾജിയർ കളിക്കുമ്പോൾ അല്ലെങ്കിൽ സോൾജിയർ കളിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ചൂലിനെ മാറ്റിയതെന്നാ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവരാ ചൂല് ഉപയോഗിച്ച് എന്ത് സോൾജിയർ ഗെയിം ആയിരിക്കും കളിച്ചത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ മിസ്സിനോട് പറയാൻ? അതെ, ഓക്കെ, തേജസ്വരൂപ് പറയൂ മോനെ. അവരെങ്ങനെയായിരിക്കും ആ ചൂലിനെ സോൾജിയേഴ്സിന്റെ ഉപകരണമായിട്ട് എടുത്തത്? യെസ്, മാർച്ച് പാസ്റ്റ് ചെയ്യുമ്പോ എന്താ ചെയ്യുന്നേ? സോൾജിയേഴ്സ് ഇവിടെ എന്ത് ചെയ്യും? ഒരു ഗൺ വെക്കും അല്ലേ? അല്ലെങ്കിൽ ആ എബോട്ട് എന്നൊക്കെ പറഞ്ഞ അവരെ മാർച്ച് പാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന ഗണ്ണായിട്ടാണ് അവർ എന്ത് ചെയ്തത്? ആ ബ്രൂം യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why do you think Afzal frequently use the command about turn? അഫ്സൽ എന്താ എപ്പോഴും about turn എന്നുള്ള കമാൻഡ് അല്ലെങ്കിൽ ആ കമാൻഡ് എപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നതിന്റെ കാരണം എന്താ? കൃഷ്ണദേവ പറഞ്ഞ മോനെ. എന്തായിരുന്നു കാരണം? അവരവിടെ കളിക്കാൻ സെലക്ട് ചെയ്ത ആറ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരുന്നു. അതുകൊണ്ട് അവർക്ക് കുറെ ദൂരം ഇങ്ങനെ നടക്കാൻ പറ്റില്ല. കുറച്ച് നടക്കും, അപ്പോഴേക്കും അവർ ഈ എൻഡിലെത്തും. അവർ അബൌട്ട് ടേൺ പറയും, പിന്നെ തിരിച്ചങ്ങോട്ട് നടക്കും. 2-3 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും അവർ അടുത്ത എൻഡിലെത്തി. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് പറയേണ്ടി വന്നത്? അബൌട്ട് ടേൺ പറയേണ്ടി വന്നത്. മനസ്സിലായോ? The attic was small. ആറ്റിക് ചെറുതായിരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടി വന്നത്? എപ്പോഴും അബൌട്ട് ടേൺ പറയേണ്ടി വന്നത്. മനസ്സിലായോ അഞ്ചൽ രാജേ? യെസ്, ഓക്കെ. അപ്പോ നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ചാപ്റ്ററിൽ ലിസണിങ്, സ്പീക്കിംഗ്, വൊക്കാബുലറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിക്സ്, ഗ്രാമർ. ഇത് സാറുള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് ഈ ഗ്രാമർ
ട്രാൻസ്ലേഷൻ ഒക്കെ എടുക്കുന്നത്. മിസ് നിങ്ങൾക്ക് ചാപ്റ്ററും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആയിരിക്കും ഡിസ്കസ് ചെയ്ത് തരുന്നത്. ചാപ്റ്ററിലും ക്വസ്റ്റ്യൻ ആൻസറിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാപ്റ്ററിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായോ? യെസ് ഓർ നോ? നോട്ടിൽ ആൻസർ എഴുതിയിട്ട് ഷെയർ ചെയ്യും. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം കേട്ടോ. എല്ലാവരും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ചെയ്യാം. Okay then, bye. See you in the next class. Bye.